ഇടവേളയ്ക്ക് ശേഷം ഞാനും ശശിചേട്ടനും വീണ്ടും തിരിച്ച് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുകയാണ്. കരിമ്പിൻകാലയിലാണ് ഇന്നത്തെ പാചകം നടക്കുന്നത്. അപ്പോൾ നമ്മളൊരു തിള കിട്ടാനായിട്ടായിരുന്നു ഒരു ബ്രേക്ക് എടുത്തത്. ഇപ്പോൾ ആ സമയം കൊണ്ട് നല്ലൊരു തിള കിട്ടിയിട്ടുണ്ട്. അടച്ചു വയ്ക്കാറായോ ചേട്ടാ? അടയ്ക്കാം. ഇപ്പോൾ അല്പം സ്വല്പം ധൈര്യമൊക്കെ ആയി കേട്ടോ. എന്തൊക്കെയാണ് കരിമ്പിൻകാലയിലെ പ്രധാന വിഭവങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? നമ്മുടെ താറാവ് കറി, ചെമ്മീൻ റോസ്റ്റ്, വലിയ കൊഞ്ച്. അതെന്ത് ചെയ്യാണ്? കറിയാണോ? വറുത്ത് ഗ്രേവി ആയിട്ട്. ശരി, ചെമ്മീനും വറുത്ത് ഗ്രേവി ആയിട്ട്. അപ്പം ചെമ്മീനുണ്ട്, താറാവുണ്ട്, പിന്നെ കരിമീൻ സ്പെഷ്യൽ ആണല്ലേ? ഞാൻ വരുമ്പോൾ കഴിക്കാറുണ്ട് കരിമീൻ പൊള്ളിച്ചത്. പിന്നെ ഏതെങ്കിലും മപ്പാസ് കരിമീൻ മപ്പാസ് എന്ന് പറയുന്നത് തേങ്ങ അരച്ച് വെക്കുന്നത്. ഇതെല്ലാം ഇതിപ്പോ ഈ കരിമീന്, ചെമ്മീന്, താറാവ് ഇതിലും മൂന്നിലുമാണ് സ്പെഷ്യലൈസ് ചെയ്തേക്കുന്നത് കരിമീൻ, താറാവ്, ഈ നാലിലും അല്ലേ? വേറെ ഇതല്ല നമ്മളൊരു ഓർഡർ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെന്തെങ്കിലും അങ്ങനെയൊന്നുമില്ല, ഈ ഒരു മെനു തന്നെയാണ് ഫോളോ ചെയ്യുന്നത് അല്ലേ? മീൻകറി കാണും, പൊടിമീൻ വറുത്തത്. ഊണ് വളരെ വിശേഷമാണല്ലേ? ഇതുവരെ ഊണ് കഴിക്കാൻ പറ്റില്ല, ആ സമയത്ത് ഇവിടെ എത്തിപ്പെടാൻ പറ്റില്ല. എത്ര മണി വരെ ആട്ടോ ഇവിടെ ഊണ്? 12 തൊട്ട് 2 തവണ വന്നു, വെളി നിൽക്കേണ്ടി വന്നു സീറ്റില്ലാതെ. ആരടുത്തും പറഞ്ഞിട്ട് കാര്യം ഊണിന്റെ കാര്യമായതുകൊണ്ട് ഇവിടെ പിന്നെ ആരും മാറി തരത്തൊന്നുമില്ല, കഴിച്ചിട്ടേ പോവുള്ളൂ. അരമണിക്കൂർ ഏകദേശം ആയി ചേട്ടാ. എന്തായി, എടുക്കാറായോ? ആയിട്ടുണ്ട്. ശരി. അപ്പൊ അരമണിക്കൂർ നീണ്ട കാത്തിരിപ്പിന് ശേഷം എന്റെ റബ്ബേ എന്താ മണം എന്നറിയാമോ? മണം പിടിച്ച അത് ടേസ്റ്റ് പോകുമെന്ന് പറയുന്നുള്ളതാണോ കേട്ടാ? ഒന്നാന്തരം മണം കേട്ടോ. ഇനിയിപ്പോ നമുക്ക് കറിക്കുള്ള ബാക്കിയുള്ള ചേരുവകൾ ചേർക്കാം. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ചേർക്കാൻ പോവാണ്. ഇപ്പോൾ നമ്മൾ ഒന്ന് തിളച്ചതിന് ശേഷം ഒന്ന് അടച്ചു വെച്ചായിരുന്നു. ഒരു അരമണിക്കൂർ കൊണ്ട് ഇപ്പം ഇറച്ചി പാകത്തിന് വെന്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ചേരുവകൾ നേരെ ചട്ടിയിലേക്ക് ചാടാൻ പോവാണ്. ശ്രദ്ധിച്ചിരുന്നോണം. ചെയ്യാം. നമുക്ക് സ്വല്പം ഇഞ്ചി ചതച്ചത്, വെളുത്തുള്ളിയും കൂടെ ചതച്ചത്. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ്. അളവുകളൊന്നും ചോദിക്കാൻ പറ്റത്തില്ല, ചേട്ടൻ പഠിച്ചിറങ്ങിയ കുക്കൊന്നുമല്ല. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മുളക് പൊടി അതൊരു 1.25 കൂന കൂട്ടി 1.25 സ്പൂൺ ഇട്ടിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ എരിയുടെ പരുവത്തിനനുസരിച്ച്. ഇനി മസാല പൊടിച്ചത്, അത് ഇവിടുത്തെ ട്രേഡ് മാർക്ക് മസാലയാണ്. അതിന്റെ ചേരുവകളൊന്നും പറഞ്ഞുതരാൻ പറ്റുന്നില്ല. ഇവിടുത്തെ ട്രേഡ് മാർക്ക് മസാലയാണ്, ഇവിടെ തന്നെ ഉണക്കി പൊടിച്ച മസാലയാണ്. മല്ലിപ്പൊടി 1 സ്പൂണ് മല്ലിപ്പൊടി ചേർത്തു. കണ്ടോ, സ്പീഡ് കൂടുന്നുണ്ട്. യഥാർത്ഥ പാചകക്കാരൻ, ഉള്ളിൽ കിടന്ന പാചകക്കാരൻ അറിയാതെ ഇടയ്ക്കിടയ്ക്ക് ഉടനെ. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ചേട്ടാ TV ഷോ ആണ്, കുറച്ച് പതുക്കെന്നൊക്കെ, ശരി എന്നൊക്കെ പറഞ്ഞ് പതുക്കെ നിൽക്കുകയാണ്. പക്ഷെ ഇപ്പം അറിയാതെ സ്പീഡ് വന്നു പോകില്ലേ ചേട്ടാ? ഇതൊക്കെ തലയും ബഹളവും ഒക്കെ കാണുമ്പോഴത്തേക്ക് ഇപ്പൊ ഡയലോഗും വന്നു തുടങ്ങി. ഇപ്പൊ അവന്റെ കളറൊക്കെ മാറി കുറച്ചും കൂടി ഒരു ചൂടൻ ഭാവമായിട്ടുണ്ട് കേട്ടോ. കുറച്ചും കൂടെ കടുത്ത കളറായി. കറിവേപ്പില ഇടാൻ സമയമായിട്ടുണ്ട്. സ്വല്പം കുരുമുളക് പൊടി പാകത്തിന് കുരുമുളക് പൊടി ചേർക്കുകയാണ്. പാകത്തിന് എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഒരു കാര്യം നമ്മൾ ഈ ഷൂട്ടിന്റെ ബഹളത്തിൽ വിട്ടുപോയിട്ടുണ്ട്. പച്ചമുളക് സവാള വഴറ്റുന്നതിന്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കണം. കീറിയാണോ മുഴുവനെ? അല്ല, കീറി ഒന്ന് പൊട്ടിച്ചിട്ടാൽ മതി അല്ലേ? ഒന്ന് പൊട്ടിച്ചിടണ്ടായിരുന്നു. പക്ഷെ ഇവിടെ അതിന്റെ സംഭവം നമ്മൾ വിട്ടു. ഇനിയും ചേർക്കാൻ പറ്റില്ല ചേട്ടാ? ഇനിയും ചേർത്തിട്ട് കഥയില്ല. ചേർക്കാം. നമ്മൾ വേറെ സ്വല്പം വെളിച്ചെണ്ണ വെച്ച് അതിലൊന്ന് വഴറ്റിയിട്ട് വേണം ചേർക്കാൻ കേട്ടോ. ഇനി വേണമെങ്കിലും ചെയ്യാം അങ്ങനെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ. പക്ഷെ ഇനി ഇവിടെ ഇതിന്റെ റോൾ വരുന്നില്ല. അതാണ് ചില സമയങ്ങളിൽ. അതെ, ഇതൊക്കെ മനസ്സിൽ നമ്മൾ കണക്കൂട്ടി മുമ്പോട്ട് പോയാലേ പറ്റുള്ളൂ അല്ലേ? എല്ലാം മുമ്പിൽ ഞാനൊക്കെ നിൽക്കുന്ന മൊത്തത്തിൽ ഈ ഡയലോഗും കത്തിവെപ്പും 58 തൊട്ടുള്ള ചരിത്രമൊക്കെ ക്യാമറയുടെ മുമ്പിലാകുമ്പോൾ ഇതെല്ലാം പേടിയാ. താറാവ് കറി, അതായത് കരിമ്പിൻകാല താറാവ് കറി, വിഖ്യാതമായ. ടേസ്റ്റ് മാത്രം നോക്കിയാൽ മതി, ഉപ്പ് കറക്റ്റ് ആണോ എന്ന്. വീട്ടില് ആര് വെക്കുന്നതാ ഇഷ്ടം? എന്റെ ഭാര്യ വെക്കുന്നത് തന്നെ. മരുമകളൊന്നും വെക്കുന്നതല്ല. താറാവ് കറി റെഡിയായി.
എനിക്ക് കുറച്ച് ചേട്ടൻ്റെ കയ്യിൽ നിന്ന് തന്നെ കാര്യം ഇനി ഈ ഭാഗ്യം എനിക്ക് കിട്ടുമെന്ന് എനിക്ക് ഒരു ഉറപ്പുമില്ല. ഇനി ചേട്ടനെയൊക്കെ ഇവിടെ ഇല്ല, പൊള്ളിയാലും കുഴപ്പമില്ല, ഞാൻ സഹിക്കും. എല്ലാം കറക്റ്റാണ് ചേട്ടാ. ചേട്ടന്റെ കറിക്ക് മാത്രം ചേട്ടൻ എൻ്റെ അടുത്ത് ചോദിക്കരുത്, ബാക്കി എവിടെയും ഞാൻ മറുപടി കറി കണ്ടോണ്ടിരിക്കുന്ന പ്രേക്ഷകർ സഹിക്കത്തില്ല. അപ്പൊ ഇനി ഇതും ഏതിന്റെ കൂട്ടത്തിലാവുന്നു നമുക്കൊരു അപ്പം അല്ലെ, അപ്പവും താറാവറിയും കൂടെ ടേസ്റ്റ് ചെയ്ത് ഇതിനൊരു ഇത് എങ്ങനെയുണ്ടെന്നൊക്കെ പറയുക. തീ നിർത്താം കേട്ടോ. തീ നിർത്തി കഴിഞ്ഞു. ഇത് എങ്ങനെയുണ്ടെന്ന് പറയുന്നത് ശരിക്കും ഒരു മണ്ടത്തരമാണ്. കരിമ്പൻകാലയിലെ താറാവറിയുടെ ഒരു വിധി നിർണ്ണയിക്കാൻ ഞാൻ ആരുമല്ല. അതുകൊണ്ട് ഞാനത് ടേസ്റ്റ് ചെയ്ത് മിണ്ടാതിരുന്നോളാം. നമ്മൾ അടുത്ത വിഭവത്തിലേക്ക് പോവുകയാണ്. അടുത്ത നമുക്ക് എന്ത് കൊടുക്കാം പ്രേക്ഷകർക്ക്? ചെമ്മീൻ റോസ്റ്റ്. അടുത്ത ചെമ്മീൻ റോസ്റ്റ് ആണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത്. ആ സമയം കൊണ്ട് ഞാൻ പതുക്കെ താറാവ് കറി മയത്തിന് പിടിച്ചോളാം. അതിന്റെ വിധി ഒന്നും ഞാൻ നിർണ്ണയിക്കുന്നില്ല, എന്നെ വിട്ടേക്കണം ഇത്തവണത്തേക്ക്.